നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം പലർക്കും വയറിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ വയറ് വേദനയായിട്ട് ഗ്യാസ് നിറഞ്ഞിട്ട് വേദനയായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വയറിൽ സ്തംഭനം പോലെ, അല്ലെങ്കിൽ വയറ് ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പലരും ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതൊന്ന് പരിഹരിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പൊതുവേ നമുക്കറിയാം ഇപ്പോൾ കാണുന്ന പലരിലും ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വളരെയധികം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. അതായത് താൽക്കാലികമായിട്ട് നമുക്ക് അതൊന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അതായത് വലിയ പ്രശ്നത്തിലോട്ട് പോവാതെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കുന്നതാണ്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലൊരു 10ഓളം കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും സമയമില്ല. അപ്പോൾ എല്ലാവരും ആഹാരം കഴിക്കുന്ന സമയം തെറ്റ്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല. പിന്നെ കഴിക്കുവാണെങ്കിലും പെട്ടെന്ന് കഴിച്ചിട്ട് എണീറ്റ് പോകുന്ന ഒരു പ്രതീതിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മളൊന്ന് പതുക്കെ കഴിക്കാനുള്ള രീതി ഒന്ന് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പതുക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ചവച്ചരച്ച് ആഹാരം ഉള്ളിൽ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ നല്ല രീതിയിലുള്ള നന്നായിട്ട് ചവച്ചരച്ച് ഇത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദഹനം അതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയറിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എപ്പോഴും പതുക്കെ, അതായത് വളരെ സമയമെടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് സംസാരത്തിനോടൊപ്പം തന്നെ കുറച്ച് ഇതുപോലെ എയർ ഉള്ളിലോട്ട് പോവുകയും അത് ഗ്യാസ് നമ്മുടെ വയറിൽ നിറയ്ക്കുകയും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കാൻ, കൂടുതലും നമ്മൾ ഓഫീസിലൊക്കെ ഇരുന്നും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്നായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ നോക്കുക. അടുത്ത ഒരു കാരണമെന്ന് പറയുന്നത്, ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നത്. അതായത് ധാരാളം ഇൻ ദ സെൻസ് നമ്മൾ അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ, നമുക്ക് ആവശ്യമാണ് ഫൈബർ, നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അമിതമായിട്ടുള്ള യൂസ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതായത് നമ്മളിപ്പോൾ ബീൻസ്, അല്ലെങ്കിൽ ക്യാബേജ്, ബ്രൊക്കോളി, അല്ലെങ്കിൽ കോളിഫ്ലവർ, ഓട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അധികമാവുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ ഫോർമേഷൻ ഉണ്ടാകും. കാരണം നമുക്ക് അറിയാം, നമുക്ക് ഒരു ദിവസം ബോഡിയിൽ 18 മുതൽ 30 ഗ്രാം അളവിൽ മതിയാവും ഫൈബർ. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അമിതമായി പോവുകയാണെങ്കിൽ, ആ ഒരു ഫൈബർ കണ്ടൻറ്റ് ദഹിക്കാതെ, അതായത് ഫൈബർ ഇങ്ങനെ കട്ടിയുള്ള ഇതാണ്, അപ്പോൾ നമുക്ക് ദഹിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൂടുതലും കൂടെ ആവുമ്പോൾ ഈ ദഹിക്കാതെ കിടക്കുന്ന ഈ ഒരു ഫൈബർ നമുക്ക് ദഹനത്തിനെ ബാധിക്കുകയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം നന്നായിട്ട് കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫൈബർ കണ്ടൻറ്റുള്ള ആഹാരങ്ങൾ കുറച്ചൊന്ന് ആവശ്യത്തിന് മാത്രം കഴിക്കുന്നതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കിപ്പോൾ അറിയാം, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലത്തെയുള്ള അവസ്ഥയിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ അത്യാവശ്യമാണ്. ഫൈബർ കഴിക്കുക എന്നുള്ളത് ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് മലബന്ധം പോലത്തെ അവസ്ഥകളും ഉണ്ടാവും. പക്ഷേ അമിതമായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അമിതമാവാതെ നമുക്ക്, ഞാൻ പറഞ്ഞു, ഒരു 18 മുതൽ 30 ഗ്രാമിനകത്ത് മാത്രമേ ഫൈബർ ഒരു ദിവസം ആവശ്യമുള്ളൂ. അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ കഴിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നതല്ല. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പെപ്സി, കോള പോലത്തെയുള്ള എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം വളരെയധികം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൊക്കെ നമുക്കത് കുടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യുക, കൂടുതലായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നത് അതുവഴി നമുക്ക് തടയാൻ പറ്റും. ഇനി മറ്റൊരു കാരണമാണ് ചായ, കാപ്പി എന്നിവ അധികമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചായയും കാപ്പിയൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ചിലർ 5ഉം 6ഉം കാപ്പിയും ചായയൊക്കെ
ഒരു ദിവസം കുടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ചായയും കാപ്പിയൊക്കെ അധികമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടും വയറിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും. പ്രത്യേകിച്ച് ആഹാരത്തിൻ്റെ ഒപ്പം, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിന് തൊട്ട് ശേഷം അല്ലെങ്കിൽ തൊട്ട് മുന്നേ നമ്മളിങ്ങനെ ചായയോ കാപ്പിയോ ഒക്കെ കഴിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനും നിങ്ങളൊന്ന് ലിമിറ്റ് ചെയ്യാൻ നോക്കുക. ചായയുടെയും കാപ്പിയുടെയും അളവ് കുറയ്ക്കാൻ നോക്കുക. അതുപോലെ ആഹാരത്തിനൊപ്പം കഴിക്കുന്നൊരു രീതി ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം കുറേയൊക്കെ അങ്ങ് മാറും. അടുത്ത ഒരു കാരണമാണ് വ്യായാമം ചെയ്യുന്നത് ആഹാരം കഴിച്ച ഉടനെ ചെയ്യുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് വ്യായാമം. ഡെയിലി വ്യായാമം ചെയ്യുന്നത് വളരെ അത്യാവശ്യവുമാണ്. പക്ഷേ നമ്മൾ ആഹാരം കഴിച്ച ഉടൻ തന്നെ പോയി വ്യായാമം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം കാരണം ഗ്യാസിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. അതുകൊണ്ട് വയറുവേദന അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വ്യായാമം ചെയ്യുക, പക്ഷേ ആഹാരത്ത് കഴിഞ്ഞ ഉടനെ പോയി ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ് അല്ലെങ്കിൽ ആഹാരത്തിന് മുന്നേ എപ്പോഴെങ്കിലും വ്യായാമം ചെയ്യുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ശ്രദ്ധിച്ചിരിക്കണം. കാരണം പലരും ഇപ്പോൾ ബിസി ലൈഫാണ്. അപ്പോൾ നമ്മൾ വ്യായാമം എപ്പോഴെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആഹാരം കഴിച്ച ഉടനെ പോയി ചെയ്യുന്ന ഒരു രീതിയൊക്കെ ചിലർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പല രീതിയിലുള്ള ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിയില്ല, നിങ്ങൾ ഈ വ്യായാമം ചെയ്തത് ഈ ആഹാരം കഴിച്ച ഉടനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രാത്രി ആഹാരം കഴിച്ച് കഴിഞ്ഞ ഉടനെ പോയി കിടക്കാൻ ഉള്ളൊരു പ്രതീതി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലും ഇതുപോലെ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല. നമുക്കെപ്പോഴും ആഹാരം കഴിച്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാൻ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഹൈ ഫാറ്റി ഫുഡ്സൊക്കെയാണ് രാത്രി കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹനം ഒട്ടും നടക്കത്തില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഇതുപോലെ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യും. അത് സ്ഥിരമായിട്ട് മാറുന്നൊരു കണ്ടീഷനും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിച്ചു കഴിഞ്ഞ്, അതായത് രാത്രി ഭക്ഷണം കഴിഞ്ഞ് എപ്പോഴും ഒരു 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം ഉറങ്ങുന്നതുമായിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതിലൂടെ മാറ്റാൻ പറ്റും. ഇനി അടുത്തൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ആഹാരത്തിനൊപ്പം വെള്ളം കുടിക്കുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു പ്രതീതിയാണ് ആഹാരത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ തൊട്ട് മുൻപ് അല്ലെങ്കിൽ തൊട്ട് ശേഷം ആഹാരം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുക. ഇതൊന്നും നമുക്ക് ദഹനത്തിന് നല്ലതല്ല. കാരണം ആഹാരത്തിനോടൊപ്പം വെള്ളം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആഹാരം കഴിച്ച ഉടനെ വെള്ളം കൂടെ ചെല്ലുമ്പോൾ ദഹനം കറക്റ്റായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും. ഇത് പ്രത്യേകിച്ച് ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. ഈ വെള്ളം നമ്മളെല്ലാവരും ആഹാരത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ തൊട്ട് കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കുന്നൊരു പ്രതീതി ഉണ്ട്. പക്ഷേ അത് നമുക്ക് പൊതുവേ ഈ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് പതുക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ആഹാരം കഴിക്കുമ്പോൾ എപ്പോഴും കൂടെ വെള്ളം അകത്ത് ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ആഹാരത്തിന് കുറച്ച് നേരം മുന്നേ വെള്ളം കുടിക്കുന്നൊരു പ്രതീതി ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വളരെ സാവധാനം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണം അമിതമാവാതെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എയർ ഉള്ള ഡ്രിങ്ക്സ്, അതായത് നമ്മുടെ പെപ്സി, കോള അങ്ങനെയുള്ള ഡ്രിങ്ക്സൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. ചായ, കാപ്പി തുടങ്ങിയ പാനീയങ്ങൾ നമ്മൾ ആഹാരത്തിനൊപ്പം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ അളവ് കൂടാതെ, അതായത് എണ്ണം കുറച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട്, അത് പ്രത്യേകിച്ച് ഹൈ ഫാറ്റി ഫുഡ് കഴിച്ചിട്ട് കിടക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ വെള്ളം ആഹാരത്തിനൊപ്പം കുടിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ആഹാരം കഴിഞ്ഞ ഉടനെ കുടിക്കാതിരിക്കാനും തൊട്ട് മുന്നേ കുടിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതിന് കുറച്ച് നേരം കഴിഞ്ഞ് കുടിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ചൂയിങ് ഗം അമിതമായിട്ട് യൂസ് ചെയ്യുക. കുറേ നേരം ഇങ്ങനെ വായിലിട്ട് ചവയ്ക്കുന്നൊരു പ്രതീതി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ വ്യായാമം ചെയ്യുന്നത് ആഹാരം കഴിച്ച ഉടനെ ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ അത് സഹായിക്കും. പിന്നെ ഇനി ഇത് ഉള്ളവർക്ക്, അതായത് നമുക്ക് ഗ്യാസ് ട്രബിൾ സ്ഥിരമായിട്ട് വന്ന് പ്രശ്നമുള്ളവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ പതുക്കെയുള്ള നടത്തം, അതായത് നടക്കുന്നത്, ഒരു എക്സസൈസായിട്ട് നടക്കുന്നത്, പതുക്കെ നടക്കുന്നത് വളരെ നല്ലതാണ്. ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ഇപ്പോൾ ഗ്യാസ് കയറിയിരിക്കുന്ന അല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയിലും ചെറുതായിട്ടൊന്ന് നടക്കുമ്പോൾ ആ ഗ്യാസിൻ്റെ പ്രശ്നം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇഞ്ചി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മൾ മോരിലോ
ആ, ആ, മോര് കുടിക്കുന്ന രീതിയുണ്ടല്ലോ, അതിൽ ഇഞ്ചി ചതച്ചിട്ടിട്ട് മോരും ഇഞ്ചി ചേർത്ത മോരൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഹാരം കഴിച്ച ഉടനെ പോയി വ്യായാമം ചെയ്യുകയല്ല, 1 മണിക്കൂറോ 2 മണിക്കൂറിനോ ശേഷം, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുന്നേ വ്യായാമം ചെയ്യുന്നത് ശീലമാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം നന്നായിട്ട് മാറും. ഇനി നമുക്ക് അഥവാ ഇതിലൊന്നും നിൽക്കാത്തതാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണിച്ച് എന്താണ് അതിൻ്റെ വശമെന്ന് നോക്കി അതിനനുസരിച്ചുള്ള മരുന്ന് എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ സ്വയം ചികിത്സ ചെയ്തുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രശ്നം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ആവശ്യത്തിനുള്ള മരുന്ന് എടുക്കേണ്ടത് അത്യാവശ്യമാണ്.